ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു naju'swellnessworld. അപ്പോൾ ഇന്ന് നമുക്ക് വീശി അടിക്കാതെ നല്ല സോഫ്റ്റായ ലെയറൊക്കെ ഉള്ള പൊറാട്ട എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. നല്ല ഈസി ആയി തന്നെ നമുക്ക് ഉണ്ടാക്കി എടുക്കാൻ പറ്റും, ഫ്ലോപ്പ് ആവുമൊന്നുമില്ല. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് 1 കിലോ മൈദ എടുത്തിട്ടുണ്ട്. പിന്നെ 2 മുട്ടയാണ് വേണ്ടത്. മുട്ടയുടെ വെള്ള മാത്രമേ വേണ്ടുള്ളൂ. പിന്നെ ആവശ്യത്തിന് പഞ്ചസാര 1 ടേബിൾ സ്പൂണൊക്കെ മതി. പിന്നെ കുഴച്ചെടുക്കാനുള്ള വെള്ളം, ഉപ്പ്. അപ്പോൾ ഇനി മൈദയിലേക്ക് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി 2 മുട്ടയുടെ വെള്ള പൊട്ടിച്ചൊഴിക്കുക. വെള്ളം മാത്രം മതി, അതുപോലെ പഞ്ചസാര കൂടി പോകരുത്. 1 ടേബിൾ സ്പൂൺ മാത്രം മതി. എന്നിട്ട് ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതൊന്ന് മിക്സായി വന്നാൽ നമുക്കിതിലേക്ക് വെള്ളം ചേർത്ത് കുഴച്ചെടുക്കുക. ഞാനിപ്പോൾ വെള്ളത്തിൽ തന്നെയാണ് ഉപ്പിട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി പൊടിയിലേക്ക് വേണമെങ്കിൽ ഡയറക്റ്റായി ഇട്ട് കൊടുക്കുക. ഇന്നമ്മയാണ് ഇത് കുഴച്ച് തരുന്നത്. അപ്പം നല്ലപോലെ കുഴച്ചെടുത്തിട്ട് അതിൻ്റെ മുകളിലും താഴേക്കായിട്ട് എണ്ണ തേച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് ഇത് നമുക്കൊരു 1.25 മണിക്കൂറോളം റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഒരു നന്ന തുണി ഉപയോഗിച്ച് മൂടി വെച്ചാൽ മതി. 1.25 മണിക്കൂർ വെച്ചാൽ മതി. അപ്പോൾ ഒരു 1.25 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിത് തുറന്ന് നോക്കാം. മാവൊക്കെ ഇതാ നല്ല സോഫ്റ്റായി തന്നെ വന്നിട്ടുണ്ട്. നേരത്തെ ഒരു 15 മിനിറ്റൊക്കെ കുഴച്ചിട്ടുള്ളൂ. എന്നിട്ട് ഇങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വെക്കുമ്പോൾ തന്നെ നല്ല സോഫ്റ്റായ മാവ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് നമുക്ക് ബോൾസ് ആക്കി എടുക്കാം. എത്ര വലിപ്പമുള്ള ബോൾസ് ആണോ അതുപോലെ ആക്കിയെടുക്കുക. ഞാനിപ്പോൾ ഇതാ ഈ ഒരു വലിപ്പത്തിലാണ് ചെയ്തെടുക്കുന്നത്. ഇതുപോലെ ബാക്കിയുള്ളതൊക്കെ നമുക്ക് ബോൾസ് ആക്കി മാറ്റാം. പൊറാട്ട ഉണ്ടാക്കുമ്പോൾ വെള്ളം കുഴയ്ക്കുമ്പോൾ കൂടി പോവാതിരിക്കാൻ മാത്രം ശ്രദ്ധിച്ചാൽ മതി, വേറെ പേടിയൊന്നും വേണ്ട. അപ്പോൾ ഇതുപോലെ ബോൾസ് ആക്കി വെച്ചിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിലേക്ക് കുറച്ചുകൂടി എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊരു 10 മിനിറ്റോളം നമുക്ക് മാറ്റി വെക്കണം. ഇപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോന്നായി എടുത്ത് പരത്തിയെടുക്കാം. കയ്യിൽ തന്നെ വെച്ചൊന്ന് ഷേപ്പാക്കി കൊടുത്തിട്ട് ഇനി കൗണ്ടർ ടോപ്പിൽ ഇട്ടിട്ട് നമുക്ക് കൈകൊണ്ട് തന്നെ ഒരു ചപ്പാത്തിയുടെയൊക്കെ വലിപ്പാവുന്നത് വരെ കൈകൊണ്ട് തന്നെ നമുക്ക് പരത്തിയെടുക്കാം. എണ്ണയുമൊക്കെ പിന്നെ മൈദ ആയതുകൊണ്ട് നല്ലപോലെ പരന്ന് കിട്ടും. അപ്പോൾ ഇങ്ങനെ ഒന്ന് പരത്തിയെടുത്ത ശേഷം നമുക്ക് റോളർ ഉപയോഗിക്കാം. ഇനി റോളർ ഉപയോഗിച്ചിട്ട് എല്ലാ ഭാഗവും ഒരേപോലെ കട്ടിയിൽ വരുന്ന വിധത്തിൽ പരത്തിയെടുക്കുക. നല്ല നൈസാക്കി തന്നെ പരത്തണം, കട്ടിയൊന്നും ഉണ്ടാവാൻ പാടില്ല. ഇനി അഥവാ കീറിപ്പോയാലൊന്നും പ്രശ്നമല്ല. അതുപോലെ ആകൃതിയൊന്നും ആരും മൈൻഡ് ചെയ്യണ്ട, അതൊന്നും ഒരു പ്രശ്നമേ അല്ല. അപ്പോൾ ഇതേപോലെ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് എണ്ണ കൂടി ചേർത്ത് കൊടുക്കുക. അപ്പം നമ്മൾ ലെയറുകളൊന്നും പരസ്പരം ഒട്ടില്ല, അതിന് വേണ്ടിയിട്ടാണ് എണ്ണ ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്കിത് ലെയറാക്കി എടുക്കുകയാണ്. അപ്പോൾ ഒരു ഭാഗത്ത് നിന്ന് ഇങ്ങനെ പൊക്കിക്കൊണ്ട് വന്നിട്ട് അതിങ്ങനെ മടക്കി മടക്കി കൊണ്ടുവരിക. നമ്മൾ ഞൊറി എടുക്കൂലേ, അതുപോലെയൊക്കെയാണ് മുന്നിലേക്കും ബാക്കിലേക്കൊക്കെ ആയിട്ട് ഇങ്ങനെ മടക്കി മടക്കി കൊണ്ടുവരിക. അങ്ങനെ ഇത് അറ്റം വരെ തന്നെ ഇങ്ങനെ ഞൊറിഞ്ഞു കൊണ്ടുവരിക. പതുക്കെ ചെയ്തെടുത്താൽ മതി. ഇപ്പോൾ ഞൊറിഞ്ഞു കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് നീട്ടിക്കൊടുക്കുക. മൈദ ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ നീട്ടിക്കിട്ടും. ഇനി നമുക്കിത് ഇങ്ങനെ മടക്കിയെടുക്കാം. ഇങ്ങനെ ചെയ്യുമ്പോൾ വീശി അടിക്കേണ്ട ആവശ്യമില്ല, പക്ഷെ നല്ല ലെയറായി തന്നെ കിട്ടും. ഇതിനി വിരൽ ഉപയോഗിച്ചും ഇതുപോലെ ചുറ്റിയെടുക്കുക. ഞാനിപ്പോൾ കൗണ്ടർ ടോപ്പിൽ ഇട്ടിട്ടാണ് ചുറ്റിയെടുത്തിട്ടുള്ളത്. ഇനി ബാക്കി വരുന്ന ഭാഗം ഇങ്ങനെ താഴേക്ക് ആക്കി കൊടുത്താൽ മതി. ഇതേപോലെ തന്നെ ബാക്കിയുള്ളതൊക്കെ ചെയ്തെടുക്കുക. ഞാനിവിടെ വെസ്റ്റേജിൻ്റെ ബ്രാൻ ഓയിലാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് നല്ല ഹെൽത്തി ആയതാണ്. പൊറാട്ടയ്ക്കൊക്കെ ഒരുപാട് എണ്ണ വേണ്ടി വരും. അപ്പോൾ ഹെൽത്തി ആയ എണ്ണ ഉപയോഗിക്കുകയാണെങ്കിൽ അത്രയും നല്ലത്. ഇനി ഇത് റെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, നമ്മൾ ആക്കി വെച്ച ക്രമത്തിൽ എടുത്ത് പരത്തുകയാണ്. കൈ ഉപയോഗിച്ച് എണ്ണ പരത്തിയാൽ മതി.
നീണ്ടു കിട്ടാനൊന്നും പ്രയാസമില്ല. ഇനി റോളർ ഉപയോഗിക്കുകയാണെങ്കിലും കുഴപ്പമില്ല. ആദ്യം ഏതാണോ ചെയ്തത് അതാദ്യം പരത്തിയെടുക്കുക. അതേ സമയത്ത് തന്നെ ചട്ടി ചൂടാക്കി വെച്ചാൽ മതി. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ചുട്ടെടുക്കാം. ചട്ടിയിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് അങ്ങനെയാണ് പൊറാട്ട ഇട്ടിട്ടുള്ളത്. ഇനി തിരിച്ചും മറിച്ചും ഇട്ട് നമുക്കിത് വേവിച്ചെടുക്കാം. പിന്നെ ഇതാ ഇതേപോലെ അടിച്ചു കൊടുക്കുക 2-3 എണ്ണമൊക്കെ ആവുമ്പോൾ. അപ്പം നല്ല ലെയറിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. ടെൻഷൻ ആവേണ്ട കാര്യമൊന്നുമില്ല. കുഴയ്ക്കുമ്പോൾ മാത്രം ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയി കാണാം ഇൻഷാ അല്ലാ. താങ്ക് യു.